നമ്മൾ ഇരുട്ടിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന, ആരും എണീറ്റിട്ടില്ല. നിങ്ങൾക്ക് കാണാം. അപ്പം അവിടുത്തെ വീട്ടിലൊക്കെ ചെറിയൊരു ലൈറ്റ് അതിപ്പോൾ ഓഫായി. അവരുടെ ടോയ്ലറ്റിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓഫായി കേട്ടോ. ഇപ്പം തന്നെ കാക്കയൊക്കെ സൗണ്ട് ഉണ്ടാക്കി തുടങ്ങി, മറ്റു പക്ഷികളും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എന്താ സൗണ്ട് കമ്മിയാക്കി സംസാരിക്കുന്നത് വെച്ചാൽ താഴെ നമ്മുടെ കിച്ചണിൽ ആൻറ്റി ജോലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, നീണ്ട 8 മാസങ്ങൾക്ക് ശേഷം ഞാനും അമ്മയും പാപ്പും നാളെ നാട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അല്ലറ ചില്ലറ പാക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. എൻ്റെ ഡ്രസ്സസ്, പിന്നെ ലാപ്ടോപ്പ്, ഫയൽസ്, പിന്നെ എൻ്റെ ക്രീംസ്, കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഞാനില്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തെങ്കിലും ഒന്ന് മറക്കും. അപ്പം ഞാൻ എൻ്റെ നോട്ട് പാഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം 1 by 1 എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യം സെറ്റ് ആവുമല്ലോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളെ നാട്ടിൽ പോകാൻ. അറ്റ് ദ സെയിം ടൈം നാട്ടിൽ നല്ല ചൂടാണ്. ഇവിടെ മൈസൂർ പോലെ അല്ല. ഹോപ്പ്ഫുള്ളി എല്ലാം നല്ല അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, ഇന്നത്തെ പാക്കിംഗ് പ്ലസ് നാളെ പോകുന്നതിൻ്റെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് കമ്പൈൻ ചെയ്തിട്ടൊരു വ്ളോഗ് ആക്കാമെന്നാണ്. അപ്പം നമുക്കിപ്പോൾ വേഗം പാക്കിംഗ് നടത്താം കേട്ടോ. സോ ലെറ്റ്സ് പാക്ക്. എനിക്ക് വന്നിട്ട് പാക്കിംഗ് വളരെ സിമ്പിളാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് തൊട്ടേ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ബുക്ക് ഉണ്ടായിരുന്നു പണ്ട്. അപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ ഒരു 2-3 ദിവസം മുന്നേ തന്നെ ഞാൻ എന്തൊക്കെ കൊണ്ടുപോകേണ്ട ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പം നമ്മൾ ഓർമ്മ വരുമ്പോൾ എഴുതി വെച്ച് അവസാനം ഒന്നും നമ്മൾ മറക്കില്ല. ഇപ്പം വന്നിട്ട് എൻ്റെ ഫോണിൽ നോട്ട്സിലാണ് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കാറ്. ഇപ്പൊക്കെ ഞാൻ 3-4 ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കും. കാരണം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എന്തെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. പിന്നെയും വന്ന് നമുക്ക് എടുത്തിട്ട് പോകുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ പാക്കിംഗ് ചെയ്യുന്നത് കേട്ടോ. അത് കാരണം തന്നെ വളരെ സിമ്പിളാണ്. പിന്നെ നാട്ടിൽ നമ്മൾ അധിക ദിവസമൊന്നും ഉണ്ടാവില്ല. അത് കാരണം തന്നെ ഒരുപാട് ഡ്രസ്സസ് ഒന്നും എടുക്കുന്നില്ല. പിന്നെ നാട്ടിൽ ഭയങ്കര ചൂടാണല്ലോ. നാട്ടിലും കുറച്ച് ഡ്രസ്സൊക്കെ എൻ്റെ ഉണ്ട്. അത് കാരണം കുഴപ്പമില്ല. വീട്ടിലിടാൻ ഒരു 2 പെയർ ഓഫ് ഡ്രസ്സ്, പിന്നെ പുറത്ത് പോകുമ്പോഴും ഒരു 2 പെയർ ഓഫ് ടോപ്സും ഒരു ജീൻസും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതാ ഇപ്പം കാണിച്ചു തന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ മൈ ലൈഫാണ്. എൻ്റെ കോൺടാക്ട് ലെൻസിൻ്റെ ലെൻസ് സൊല്യൂഷൻ ആണ് കേട്ടോ. എനിക്ക് അതില്ലെങ്കിൽ കണ്ണേ കാണില്ല. പക്ഷേ ഞാൻ സ്പെറ്റ്സ് എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പുറത്തെങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ സ്പെറ്റ്സ് ഇടാൻ പറ്റില്ലല്ലോ, ലെൻസ് ഇട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ മറക്കാണ്ടിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ലിസ്റ്റിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ച് മെഡിസിൻസ് ആണ് കേട്ടോ. അതായത് ബേസിക് മെഡിസിൻസ്, പനി, ചുമ, തൊണ്ടവേദന, ജലദോഷം, ബാക്ക് പെയിൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രൈറ്റിസ്, വൊമിറ്റിംഗ്, ഇതിനൊക്കെ ഉള്ള മെഡിസിൻസ് ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് എനിക്ക് വന്നിരിക്കും കേട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ എപ്പോഴും മെഡിസിൻസ് പാക്ക് ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് എവറി ടൈം ഞാൻ മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, കോമ്പ്, തോർത്ത്, ഇതെല്ലാം ഞാൻ മറക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചത് കാരണം കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നാട്ടിൽ പോകുന്ന ദിവസം, അതായത് 19th മാർച്ച് ഏർലി മോർണിംഗിന് കാണാം. അപ്പോൾ ഇത് 19th മാർച്ച് ആയിരിക്കുകയാണ് കേട്ടോ. ഇത് അറൗണ്ട് ഒരു 4-4:15 നമ്മുടെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ചേച്ചി പറഞ്ഞു, നിങ്ങൾ വെറുതെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വയർ കേടുവരുത്തണ്ട, ഞാൻ പുളിയോഗര ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഈ പുളിയോഗരയിനുള്ള മിക്സ് എല്ലാം ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീച്ചിട്ട് നമ്മൾ ചോറിൽ കൊട്ടിയിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഗോബി മഞ്ചൂരി ഉണ്ടാക്കാൻ വേണ്ടി ഗോബി ബാറ്ററിലൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെയും രാവിലെ എണീറ്റ് വറുത്തെടുത്തു. അങ്ങനെ നമ്മൾ പുളിയോഗരയും ഗോപിയും സെറ്റ് ആക്കിയിട്ടോ. ഇത് ആക്ച്വലി വണ്ടിയിലിരുന്ന് കഴിക്കാനാണ് ചേച്ചി ഉണ്ടാക്കി തന്നത്. ബട്ട് ദെൻ നമ്മൾ നാട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസമാണ് ഇത് കഴിച്ചത് കേട്ടോ. വണ്ടിയിൽ നിന്ന് നമ്മൾ കഴിച്ചില്ല. നമ്മൾ അവിടെ ഒരു ഹോട്ടലിൽ നിർത്തിയപ്പം അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ സമയം വന്നിട്ട് 5:45 കഴിഞ്ഞു അല്ലേ അമ്മ? നമുക്ക് 7:15 നമ്മുടെ ബസ്. ഐരാവത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 6:30 നമ്മുടെ ക്യാബ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾ സെറ്റ് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പാപ്പ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും റെഡിയായി.
രാവിലെ എണീറ്റു ഞാൻ നൂഡിൽസും കോഫിയൊക്കെ കഴിച്ചു കേട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂ വരും, അത് കാരണം ഞാൻ വേഗം കഴിച്ചു. പിന്നെ അമ്മയൊന്നും കഴിച്ചിട്ടില്ല, അമ്മ ജസ്റ്റ് കോഫി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പം എന്താണെന്ന് പറയാനുള്ളത്, നമ്മൾ ഇരുട്ടിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന, ആരും എണീറ്റിട്ടില്ല. നിങ്ങൾക്ക് കാണാം. അപ്പം അവിടുത്തെ വീട്ടിലൊക്കെ ചെറിയൊരു ലൈറ്റ് അതിപ്പോൾ ഓഫായി, അവരുടെ ടോയ്ലറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓഫായി കേട്ടോ. ഇപ്പോൾ തന്നെ കാക്കയൊക്കെ സൗണ്ട് ഉണ്ടാക്കി തുടങ്ങി, മറ്റു പക്ഷികളും. അത് കാരണം നമ്മൾ രാവിലെ നേരം വെളുക്കാത്ത കാരണമാണ് മെല്ലെ സംസാരിക്കുന്നത്. അപ്പം നമുക്കിനി ബസ്സിലെത്തിയിട്ടല്ലേ, ബസ് എത്തിയിട്ട് കാണാം. ബസ്സിലിരിക്കുമ്പോൾ കഴിക്കാനായിട്ട് ഹോട്ടലിലൊന്നും കയറണ്ട പറഞ്ഞിട്ട് നമുക്ക് സഹായിക്കാൻ വരുന്ന ഒരു ഇതുണ്ട്. അവർ പുളിയോദരയും ഇതും ഗോബി ഓൾറെഡി അവര് ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെ എടുത്ത് അതിനെ വറുത്തു, പിന്നെ മസാല അവരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗോബി മഞ്ചൂരിയനും പുളിയോഗരയും സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ രാവിലത്തെ വണ്ടിയിൽ നമ്മൾ അതാണ് കഴിക്കുക കേട്ടോ. നമ്മൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തുമ്പോൾ അവിടുന്ന് കഴിക്കേണ്ടതാണ്, കാരണം വയറിനെങ്ങാനും പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സീനാവും. അപ്പോൾ നമ്മൾ സേഫ് സൈഡിന് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് ഹോം കുക്ക്ഡ് ഫുഡാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ ഇനി എല്ലാം നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് കാണാം. നമ്മളപ്പോൾ ബസ് സ്റ്റാൻഡ് എത്തി, ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. നമ്മളവിടെ പോയി ഒരു 10 മിനിറ്റ്സിൽ ബസ് എത്തിട്ടോ. നമ്മൾ ബുക്ക് ചെയ്ത ബസ് ഐരാവത്താണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല അടിപൊളി ബസ്സാണ്. പക്ഷെ കോവിഡിന് മുന്നേ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ മൈസൂർ ടു പാലക്കാട് രാത്രി രാജഹംസ ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല സുഖമായിരുന്നു. രാത്രി നമ്മൾ ബസ്സിൽ കയറുക, ഒന്ന് കിടന്നുറങ്ങുക, പുലർച്ചെ നമ്മൾ പാലക്കാട് എത്തും. പക്ഷെ കോവിഡിന് ശേഷം ആ ബസ് നിർത്തിവെച്ചു. അപ്പോൾ ഈ ഐരാവത്ത് ലാസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് കോയമ്പത്തൂരാണ്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് പാലക്കാടേക്കുള്ള ബസ് വേറെ മാറി കയറുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചോക്കോ ബണ്ണ് കഴിച്ചു. പിന്നെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരൊരു ബാമ ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹോട്ടലാട്ടോ, നല്ല വൃത്തിയുണ്ട്. ഞാനും അമ്മയും ഇഡ്ഡലിയാണ് കഴിച്ചത്. ഇഡ്ഡലി, ചട്നി, ചമ്മന്തി, സാമ്പാർ, സബ്ജി എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. പാപ്പു ദോശയാണ് കഴിച്ചത്. ഞാൻ അപ്പുറത്തെ സൈഡ് ഇരുന്നത് കാരണം തന്നെ ലൈറ്റിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു, ഒരു കോഫിയും കുടിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി ഒരു മൗത്ത് ഫ്രഷ്നറൊക്കെ കഴിച്ചു. ഇതേതോ പുതിയ കമ്പനിയുടെയാണ്, 50 രൂപയാണ് കേട്ടോ ഇതിന്. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് നല്ല ചില്ല് ചെയ്തിരിക്കുകയാണ്. ആദ്യം അമ്മ എൻ്റെ കൂടെ ആയിരുന്നു ഇരുന്നത്, പക്ഷെ ബാക്കിൽ പാപ്പുവിൻ്റെ കൂടെയുള്ള ആൾ വന്നിട്ടില്ല കേട്ടോ. അപ്പം എല്ലാം അമ്മ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ മെയിൻ റീസൺ വന്നിട്ട് അമ്മയുടെ ഫ്രണ്ടിലിരിക്കുന്ന ആൾ ഫുള്ളായിട്ട് പുഷ് ബാക്ക് ചെയ്ത് കിടക്കുകയായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് കാല് പോലും വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ മെല്ലെ അങ്ങോട്ട് പോയി. ഞാൻ പിന്നെ നല്ല സുഖലോലുപയായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. നമ്മളങ്ങനെ മെല്ലെ വാളയാർ ചെക്ക് പോസ്റ്റ് എത്തി. നമ്മുടെ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയാണ്. പാടം, വയൽ, പന, മല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറൗണ്ട് ഒരു സമയം വന്നിട്ട് 2:40 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. നേരെ നമ്മൾ നളന്ദ ഇന്നിലേക്ക് പോയിട്ടോ. അങ്ങനെ കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കുറേ ഫുഡ് എന്നല്ല, ഞാനും പാപ്പും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അമ്മ വന്നിട്ട് കാശ്മീരി പുലാവും വെജ് കടായിയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ഫുഡും നല്ല അടിപൊളിയായിരുന്നു. ഞാൻ മൈസൂരിൽ മെയിനായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് അവർ മുട്ട തരില്ല കേട്ടോ. ചോറും 2 ചിക്കൻ പീസസും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലിലും ചിക്കൻ ബിരിയാണിയുടെ കൂടെ മുട്ട തരും, പുഴുങ്ങിയ മുട്ട. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. മോർ ഓവർ ഞാനൊരു ഹ്യൂജ് മുട്ട ഫാനാണ്. 3 നേരം മുട്ട പുഴുങ്ങിയത് തന്നാലും ഞാൻ കഴിക്കും. എനിക്ക് ഉപ്പും വേണ്ട, കുരുമുളകും വേണ്ട. സോ കമ്മിങ് ബാക്ക് ടു അവർ ഫുഡ്, എല്ലാ ഭക്ഷണവും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ നാട്ടിലത്തെ വ്ളോഗ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും കാണാം ഗൈസ്. ചാ